ഫോൺ സൈഡിലൊക്കെ സൗണ്ട് കിട്ടൂലേ? നല്ല അഭിപ്രായമാണ്. ഇവിടെ പോയ തിയേറ്ററിലൊക്കെ നല്ല റിപ്പോർട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്രൗഡിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും പറയുന്നത്. അതിന് വലിയ സന്തോഷം. അത് നമുക്ക് കണ്ടെല്ലാവരും ജീവിക്കാൻ പറ്റി. നമ്മുടെ പണ്ടത്തെ ദിലീപായിട്ട് തിരിച്ചു വന്നതൊക്കെയാണ് ഭയങ്കര കമന്റൊക്കെ വരുന്നത്. അത് സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക്. പക്ഷെ അതുപോലത്തെ സിനിമകൾ നമ്മളത്തെ കഥകൾ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് കുട്ടികളെ അടക്കം കൊച്ചു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർക്ക് വരെ രസകരമാകുന്ന രീതിയിലുള്ള സീക്വൻസുകളുണ്ട്. പിന്നെ അതുപോലെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാകും ഈ സിനിമ. അതെനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരടക്കം ഈ സിനിമയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ, കുടുംബം, പ്രേക്ഷകർ വീട്ടിലേക്ക് വരുന്ന വലിയ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ മൈ ബോസും ടു കൺട്രീസ് തുടങ്ങിയപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഒരുപാട് സിനിമകൾ തിങ്കളേർ പോലുള്ള. അപ്പം അതിൻ്റെയൊക്കെ ഒരു മൈ ബോസിൻ്റെയൊക്കെ ഒരു വേറൊരു കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞത് ആ ഒരു ജനസിലുള്ള ഒരു സിനിമ തന്നെയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ ഫീലുണ്ട്. ഞങ്ങൾക്ക് ചില സ്ഥലത്ത് കടന്നു നടന്നു എന്നൊക്കെ വലിയ സന്തോഷമുണ്ട്. അതൊക്കെ ചെറിയ കമന്റൊക്കെ വരുന്നുണ്ട്. അതെന്ത് പറയാൻ പറ്റും? ചെറുതല്ലേ ഉള്ളൂ. മെജോറിറ്റി നോക്കുമ്പോഴും നല്ലതല്ലേ, നമ്മൾ നല്ലതിനെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ കാരണം കുറേ ഡിഫറെൻറ്റ് വേഷങ്ങൾ ചെയ്ത ഇതിലിരുന്നും കവി ക്യാരക്ടറിനെയും എല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന രണ്ട് കേന്ദ്രത്തിൽ സ്വീകരിക്കുന്നു പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ടാർഗറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അത് കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതല്ലേ. എൻ്റെ തോന്നൽ മാത്രമല്ല അല്ലേ? അതിനെ എൻ്റെ വഴിക്ക് വിടുക. സിനിമ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമയിൽ അത്രയും എല്ലാവരും തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് ഈ ദിവസം 26-ന് ഇറങ്ങി അന്നത്തെ ദിവസം തന്നെ ഇത്രയും നല്ല കളക്ഷനിലേക്ക് പോകുന്നതിൽ വലിയ സമയം. ദിലീപേട്ട കൂടെ നിന്ന് കട്ടക്ക് തന്നെയുള്ള ആരാധകരോട് എന്താ പറയാനുള്ളത്? ആരാധകരോടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടതാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. നമുക്ക് ഇതൊരു ചിരിയുടെ ഒരു ആഘോഷമാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവരോടും ഒത്തുപിടിച്ച മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു പവി ക്യാരക്ടറിനെ അല്ലെ എന്നെ സംബന്ധിച്ച് ഒരുപാട് ഹിറ്റുകൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉണ്ടാക്കി തരുന്നതാണ് എൻ്റെ പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി. താങ്ക് യു.